നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പുത്തൻപുരയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി.ജി. അജേഷ്, അംഗങ്ങളായ സുരേഷ് കുടത്താങ്കണ്ടി, മുക്കം മുഹമ്മദ്, എം ധനീഷ് ലാൽ, ക്യാൻസർ കെയർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ തറുവായ് ഹാജി, ട്രഷറർ ബി.എസ്. സനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി.പി. ജമീല, കെ.വി. റീന എന്നിവർ പങ്കെടുത്തു. ഓഫീസ് ആവശ്യങ്ങൾക്കായി കക്കോടി വോബിസ് മൊബൈൽ ആൻഡ് ഐ.ടി. നൽകിയ മൊബൈൽ ഫോൺ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ഷീജ ശശി ഏറ്റുവാങ്ങി. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4 വർഷം കൊണ്ട് 2,23,000 പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാരിന്റെ ഭൂരഹിതരല്ലാത്ത നവകേരളത്തിനായി എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന കൊയിലാണ്ടി വടകര താലൂക്ക് പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിരവധി പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചതായും ഭൂരഹിതരില്ലാത്ത കേരളം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലൂടെ പരമാവധി മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരുവള്ളൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിലെ ക്രിയേറ്റീവ് കോർണറും ചുറ്റുമതിലും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഠനത്തിനൊപ്പം തൊഴിൽ നൈപുണ്യം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ചാണ് ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനം. 2023-24 വർഷത്തെ SSK ഫണ്ട് ഉപയോഗിച്ചാണ് ചുറ്റുമതിൽ നിർമ്മാണം. ചടങ്ങിൽ ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. നൌഷീർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക M.K. റാണി ശർമിള റിപ്പോർട്ട് അവതരിപ്പിച്ചു. USS ജേതാക്കൾക്കുള്ള അനുമോദനം ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ P.K. കവിത, C.P. നൌഷീർ, മടവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം M.P. ബാബു, ചേളന്നൂർ BPC P. അഭിലാഷ് കുമാർ, ചേളന്നൂർ BRC RCC MC മുനീർ, SSG വൈസ് ചെയർമാൻ സഞ്ജീവ് കുമാർ, PTA പ്രസിഡന്റ് C.P. മനോജ് കുമാർ, MPTA പ്രസിഡന്റ് റുബീന, സ്റ്റാഫ് സെക്രട്ടറി M. സുധന്യ എന്നിവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന രാത്രികാല അടിയന്തര വെറ്റിനറി സേവനം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ കരാർ അടിസ്ഥാനത്തിൽ വെറ്റിനറി സർജൻമാരെ നിയമിക്കും. പരമാവധി 90 ദിവസത്തേക്കാകും നിയമനം. അപേക്ഷകർ വെറ്റിനറി സയൻസിൽ ബിരുദവും വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷനുമുള്ളവരാവണം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റയോടൊപ്പം ബന്ധപ്പെട്ട രേഖകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജൂലൈ 18 രാവിലെ 11 കോഴിക്കോട് മൃഗസംരക്ഷണ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ 0495-2768-075. തോടന്നൂർ ICDS പ്രൊജക്ടിന് കീഴിലെ തിരുവള്ളൂർ, മണിയൂർ, ആയഞ്ചേരി, വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിലെ 133 അങ്കണവാടികളിലേക്ക് മുട്ട, പാൽ എന്നിവ വിതരണം ചെയ്യാൻ ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 23 ഉച്ച 2 മണി. ഫോൺ 0496-2592-722 9188959875. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് SSLC, +2, ബിരുദം, ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ ST വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പിന്റെ മെറിറ്റ് അവാർഡിന് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ ഫോൺ നമ്പർ സഹിതം ജൂലൈ 31 കോഴിക്കോട് പട്ടികവർഗ വികസന ഓഫീസ്, കോടഞ്ചേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, പേരാമ്പ്ര ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ സമർപ്പിക്കണം. ഫോൺ 0495-2376-364. കോടഞ്ചേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് പരിധിയിൽ നരിക്കുനി ഗ്രാമപഞ്ചായത്തിലെ വരിങ്ങിലോറമല സാമൂഹിക പഠനമുറികളിലും നന്മണ്ട ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോടുമല സാമൂഹിക പഠനമുറികളിലും 2 ഫെസിലിറ്റേറ്റർമാരെ നിയമിക്കും. യോഗ്യത ഡിഗ്രി, PG, B.Ed, DEIED PG, B.Ed ഉള്ളവർക്ക് മുൻഗണന.
അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ 18 രാവിലെ 10:30 കോടഞ്ചേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ 9496070370. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.